സംസ്ഥാനത്തെ 13 സർവകലാശാലകളിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയ്ക്കായുള്ള PSC പട്ടികയ്ക്കെതിരെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത്. നിലവിൽ PSC പ്രഖ്യാപിച്ച മുഖ്യ പട്ടികയിൽ 1099 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2022 വിജ്ഞാപന പ്രകാരമുള്ള നിയമനത്തിൽ എല്ലാ സർവകലാശാലകളിലുമായുള്ള 215 ഒഴിവുകൾ കണക്കാക്കിയാണ് പട്ടിക. എന്നാൽ കേരള സർവകലാശാലയിൽ മാത്രം നിലവിൽ 341 ഒഴിവുകളുണ്ടെന്നും ഇത്തരത്തിൽ എല്ലാ സർവകലാശാലയിലും ഒഴിവുകൾ നിലനിൽക്കെയാണ് ചെറിയ പട്ടികയെന്നാണ് വിമർശനം. ഇത്തരത്തിൽ ചെറിയ പട്ടികയാണെങ്കിൽ അത് താൽക്കാലിക നിയമനത്തിനുള്ള നീക്കമാണെന്ന് ആണ് ഉദ്യോഗാർത്ഥികളുടെ സംഘടനയായ റാങ്ക് ലിസ്റ്റ് വിവരണ സമിതിയുടെ ആരോപണം. നിലവിലുള്ള ഒഴിവിന്റെ 5 മടങ്ങ് കണക്കാക്കിയാണ് പട്ടികയൊരുക്കുന്നത്. 94 മാർക്ക് നടന്ന പരീക്ഷയിൽ 81 മുകളിൽ മാർക്ക് ലഭിച്ചവരാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നിലവിലെ യഥാർത്ഥ ഒഴിവുകൾ കണക്കാക്കിയാൽ 75 മാർക്ക് നേടിയവരും പട്ടികയിൽ വരും. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സർവകലാശാലകളുടെ നടപടി ദുരൂഹമാണെന്നും താൽക്കാലിക നിയമനത്തിനായുള്ള നീക്കമാണിതിന് പിന്നിലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. റാങ്ക് ലിസ്റ്റ് വിപുലീകരണ സമിതി ഭാരവാഹികളായ M. വിഷ്ണു, PV സുധീഷ്, ചന്ദ്രബാബു, അരുൺ ശർമ്മ, TO ഫാത്തിമ, P. നയന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇവിടുത്തെ സാധാരണക്കാരന്റെ മക്കൾക്ക് അവകാശപ്പെട്ട സർക്കാർ സർവീസിലേക്കുള്ള ജോലി അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. വർഷങ്ങളോളം രാവുകൾ പകലുകളാക്കി പഠിച്ചാണ് ഒരു ഉദ്യോഗാർത്ഥി റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടി PSC പരിശീലനം നടത്തുന്നത്. കോച്ചിങ് സെന്ററുകളിൽ ആയിരക്കണക്കിന് രൂപ ഫീസ് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെ താൽക്കാലികക്കാർക്ക് വേണ്ടി നാണവും മാനവും ഇല്ലാതെ ഏതറ്റം വരെയും പോകുമെന്ന ശപഥമെടുത്തിരിക്കുന്ന സർവകലാശാല അധികൃതരും ഉദ്യോഗസ്ഥന്മാരും ഒരു കാര്യം മനസ്സിലാക്കണം. റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവിന്റെ 5 ഇരട്ടി റാങ്ക് ലിസ്റ്റ് ഇടണമെന്ന PSCയുടെ ഒരു തത്വം അനുസരിച്ചാണെങ്കിൽ 213 വേക്കൻസി PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്തതിന്റെ 5 ഇരട്ടി റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, അതായത് 1090. അപ്പോ കേരള സർവകലാശാലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യേണ്ട 341 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ 341 ഒഴിവുകൾ കേവലം ഒരു സർവകലാശാലയിലെ മാത്രമാണ്. ആ 341 ഒഴിവുകൾ PSCയിലോട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ 341 ഒഴിവുകളുടെ 5 ഇരട്ടി റാങ്ക് ലിസ്റ്റ് PSCക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2000-ലധികം 2500ഓളം ഒഴിവുകളുടെ ഒരു ലിസ്റ്റ് സർവകലാശാല ലാസ്റ്റ് ഗ്രേഡുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ PSCക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമായിരുന്നു. ഇതിപ്പം ലക്ഷ്യം വെച്ചിട്ടുള്ളത് മറ്റൊന്നുമല്ല. 94 മാർക്കിന് നടന്ന ഒരു പരീക്ഷയിൽ 81 മാർക്ക് വാങ്ങിയ ഒരു ഉദ്യോഗാർത്ഥി, 81 മാർക്കാണ് ഇവിടെ കട്ട് വെച്ചിട്ടുള്ളത്, 81 മാർക്കിന് മുകളിലേക്ക് വാങ്ങിയ ഒരു ഉദ്യോഗാർത്ഥി, അയാൾ ഏത് പരീക്ഷ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയാലും, ഈ യോഗ്യത വെച്ചിട്ടുള്ള ഏത് പരീക്ഷ നടത്തിയാലും അയാള് ആദ്യത്തെ 200 റാങ്കിനുള്ളിൽ പെടും. അങ്ങനെ വരുമ്പോൾ ഈ സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥി ആ ജോലിക്ക് പോവുകയും ഇവിടെ ഈ വേക്കൻസി NCD കിടക്കുകയും ചെയ്യും.